Welcome to Science of Economics. I am Dr.Sajani Jayaprasad. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3-ാം ചാപ്റ്ററിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡേറ്റയുടെ ഉറവിടങ്ങളെക്കുറിച്ചും ഡേറ്റ ശേഖരണത്തിനുള്ള മാർഗങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ, ദത്തങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചാണ്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. A messy and untidy kitchen. Kitchenware is not placed in their proper shelves. All utensils are lying in a disorganized and clustered manner. However, if these are placed in the proper order, it will be easy for us to handle and save our time. അടുക്കളയിൽ പാത്രങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇതുകൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട്. അടുക്കും ചിട്ടയുമായി അടുക്കളയിലെ സാധനങ്ങൾ ക്രമീകരിക്കുക. അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് നിങ്ങൾ രണ്ടാമത്തെ സീനിൽ കണ്ടത്. ഇങ്ങനെ ചെയ്താൽ ആ വീട്ടമ്മയുടെ ജോലി സമയം ലഘൂകരിക്കുകയും ജോലികളെല്ലാം വളരെ എളുപ്പമാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ കളക്ട് ചെയ്ത റോ ഡേറ്റയുടെ കാര്യവും. അവ തരംതിരിക്കാത്ത ദത്തങ്ങളായിരിക്കും. ഇറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് ഇൻ നേച്ചർ. ദേ ആർ ഓഫൺ വെരി ലാർജ് ആൻഡ് ബൾക്കി ടു ഹാൻഡിൽ. ഇത്തരം ദത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ അവയെ ഉചിതമായ രീതിയിൽ വർഗീകരിക്കേണ്ടതുണ്ട്. ക്ലാസിഫിക്കേഷൻ ബ്രിങ്സ് ഓർഡർ ടു റോ ഡേറ്റ. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്നൊന്ന് നോക്കാം. സാമ്യമുള്ള ഡേറ്റയെ ഒരേ ഗ്രൂപ്പുകളായോ ക്ലാസുകളായോ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് ദത്തങ്ങളുടെ വർഗീകരണം, ദത്തങ്ങളുടെ തരംതിരിക്കൽ. The process of arranging data in groups or classes according to resemblances is called classification. ദത്തങ്ങളുടെ വർഗീകരണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം. ഓർഗനൈസേഷൻ helps us to condense data for easy understanding. ദത്തങ്ങളെ സംഗ്രഹിക്കുകയും അതിലൂടെ വിവരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. To help comparison, ദത്തങ്ങളെ താരതമ്യം ചെയ്യാൻ സാധിക്കും. To eliminate unnecessary details, അനാവശ്യ വിശദീകരണം ഒഴിവാക്കാം. To make decision making possible. To ease statistical analysis, വിശകലനം എളുപ്പമാകും. ഇനി നമുക്ക് ഡേറ്റ ക്ലാസിഫിക്കേഷൻ്റെ ടൈപ്സിലേക്ക് കടക്കാം. ഡേറ്റയെ 4 തരത്തിൽ തരംതിരിക്കാവുന്നതാണ്. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമമായ തരംതിരിക്കൽ. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈം. വെൻ ഡേറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ഇറ്റ് ഈസ് കോൾഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റയെ തരംതിരിക്കുന്ന രീതിയാണിത്. ഈ രീതിയിൽ വർഷം, മാസം, ആഴ്ച എന്നിങ്ങനെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഡേറ്റയെ തരംതിരിക്കുന്നു. ഇപ്രകാരം ക്രോണോളജിക്കലായി ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നതിനെ ടൈം സീരീസ് എന്നും വിളിക്കും. സ്ക്രീനിൽ കാണുന്ന ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ത്യയിലെ ജനസംഖ്യയെ സംബന്ധിച്ച വിവരങ്ങൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ടേബിൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷന് ഉദാഹരണമാണ്. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. ഭൂമിശാസ്ത്രപരമായി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ തരംതിരിക്കുന്ന രീതിയാണിത്. In geographical classification, the data are classified with reference to geographical locations such as countries, states, cities,
ഡിസ്ട്രിക്ട്സ് എക്സെട്ര. ഇതിനെ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്നും വിളിക്കും. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഗോതമ്പിൻ്റെ ഉൽപ്പാദനം പല രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ്. 2013 കണക്ക് പ്രകാരമുള്ള ഒരു ഡേറ്റയാണിത്. ഇത് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനുള്ള ഒരു നല്ല എക്സാമ്പിളാണ്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അളവിനനുസരിച്ചുള്ള തരംതിരിക്കൽ. The classification of data on the basis of quantitative aspects are called quantitative classification. അളന്നു തിട്ടപ്പെടുത്താവുന്ന സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റയെ തരംതിരിക്കുന്ന രീതിയാണിത്. എക്സാമ്പിൾ, ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, ഇൻകം, മാർക്സ് എക്സെട്ര. ഒരു ക്ലാസ്സിലെ 50 വിദ്യാർത്ഥികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അളവിനനുസരിച്ചുള്ള തരംതിരിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് കാണിക്കുന്നത്. അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണാത്മകമായ തരംതിരിക്കൽ. അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റയെ തരംതിരിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത സവിശേഷതകളെ നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നാഷണാലിറ്റി, ലിറ്ററസി, റിലീജിയൻ, ബ്യൂട്ടി, ഇന്റലിജൻസ്, ജെൻഡർ, marital status, etc. They cannot be measured numerically. These attributes can be classified on the basis of the presence or the absence of an attribute. ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ട് അഥവാ ഇല്ല എന്ന് രേഖപ്പെടുത്തുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. സ്ക്രീനിൽ കാണുന്ന ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ജനസംഖ്യയെ ആദ്യം ലിംഗവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിനുശേഷം മാരിറ്റൽ സ്റ്റാറ്റസ്, വൈവാഹിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. അതായത് ഇവിടെ ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ് എന്നീ ആസ്പെക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതിനാൽ ഇത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് ഉദാഹരണമാണ്. ക്ലാസിഫിക്കേഷന്റെ വിവിധ രീതികൾ വിശകലനം ചെയ്യുന്നതിനായി ചില പദങ്ങൾ നമുക്ക് പരിചിതമാകേണ്ടിയിരിക്കുന്നു. ഇതിൽ ആദ്യത്തേതാണ് വേരിയബിൾസ്, ചരങ്ങൾ. അളവിൽ അഥവാ മൂല്യത്തിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇനങ്ങളെ ചരം എന്ന് പറയാം. എ ചേഞ്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് whose change can be numerically measured is called a variable. അതായത് സ്ഥിരമല്ലാത്തവയെന്തോ അവയാണ് ചരങ്ങൾ. ടെക്നിക്കലി സ്പീക്കിംഗ്, യൂണിറ്റുകൾ മാറുന്നതിനനുസരിച്ച് വിലയിൽ മാറ്റം വരുന്നവയാണ് ചരങ്ങൾ. എക്സാമ്പിൾ, ഹൈറ്റ്, വെയ്റ്റ് എക്സെട്ര. വേരിയബിൾസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 types. ചരങ്ങളെ രണ്ടായി തിരിക്കാം: കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്, അനുസ്യൂതവും വിഭിന്നവും. ഇതിൽ ആദ്യത്തേത് കണ്ടിന്യൂസ് വേരിയബിൾസ്, സന്തത ചരങ്ങൾ, അനുസ്യൂത ചരം. എ കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. ഏത് വിലയും സ്വീകരിക്കാൻ കഴിയുന്ന ചരങ്ങളാണിത്. ഇറ്റ് മേ ടേക്ക് ഇൻഡിജേഴ്സ്, പൂർണ്ണസംഖ്യകൾ. എക്സാമ്പിൾ 1, 2, 3, 4 എക്സെട്ര. അതുപോലെ ദശാംശ സംഖ്യകൾ. എക്സാമ്പിൾ 1.5, 2.8, 3.9 എക്സെട്ര. ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷണൽ വാല്യൂസ്. എക്സാമ്പിൾ 1/2, 1/3, 3/4 എക്സെട്ര. ആൻഡ് ഇറാഷണൽ വാല്യൂസ്, അഭിന്ന സംഖ്യകൾ. ഇറാഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ദാറ്റ് ആർ നോട്ട് exact fractions. Example, √3, √4 etc. For example, the height of a student as he or she grows, say from 90 centimeter to 150 centimeter, would take all the values in between them. It can take values
that are whole numbers like 90 centimeter, 100 centimeter, 108 centimeter, etc. It can also take decimal values like 90.85 centimeter, 102.34 centimeter, etc. Other examples of a continuous variable are height, weight, age, time, distance, etc. Thus, it is clear that continuous variable is a variable which can assume any value between two values within a specified range. അടുത്തതാണ് discrete variables, വിഭിന്ന ചരം, അസന്തത ചരങ്ങൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിന് എല്ലാ വിലയും സ്വീകരിക്കാൻ കഴിയുകയില്ല. ഇറ്റ് ക്യാൻ അസ്യൂം ഓൺലി എ സ്പെസിഫൈഡ് വാല്യൂ. Discrete variables are those which receive only whole numbers as their values. ഇത് പൂർണ്ണതയെ കാണിക്കുന്നതാണ്. It jumps from one value to another but does not take any intermediate value between them. For example, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എല്ലായ്പ്പോഴും ഒരു പൂർണ്ണ സംഖ്യയായിരിക്കും. It cannot take a value like 25.5, 26.6, etc. Instead, its value could have been either 25 or 26. The value in between them are not taken by it. That means the fractions are not taken. Other examples of discrete variables are number of children in your family, number of vehicles on road, etc. അടുത്തതായി റോ ഡേറ്റ അറേഞ്ച് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്, സാംഖിക ശ്രേണികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. Statistical series is the successive arrangement of the classified data on certain logical basis. Statistical series are of three types: simple array or individual series, frequency array or discrete frequency distribution or discrete series, and thirdly, continuous frequency distribution. ഇതിൽ ആദ്യത്തേത് സിമ്പിൾ അറേ, ഇൻഡിവിജ്വൽ സീരീസ്, വ്യക്തിഗത ശ്രേണികൾ. ഇനങ്ങളെ ഒറ്റ തിരിച്ച് ശ്രേണികളായി ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ വിന്യസിക്കുന്നു. The arrangement of raw data in ascending or descending order. It is called an array. ഉദാഹരണമായി raw data 250, 105, 263, 425, 300, 200, 270, 280, 335. ഇതിനെ നമുക്ക് ഒരു അറേ ആക്കി മാറ്റാം. നോക്കിക്കേ, 105, 200, 250, 263, 270, 280, 300, 335, 425. ഇവിടെ ഡേറ്റയെ അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും. അടുത്തത് ഫ്രീക്വൻസി അറേ, ഡിസ്ക്രീറ്റ് സീരീസ്, ആവൃത്തി നിര, വിഭിന്ന ശ്രേണികൾ. നിരീക്ഷണ മൂല്യങ്ങളുടെ ആവൃത്തി ഉൾപ്പെടുത്തി വിലയുടെ അടിസ്ഥാനത്തിൽ അവയെ ക്രമമായി അറേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. When we make an array by listing all the values in the series and noting their frequencies, it is called frequency array. In other words, it is the arranged form of discrete variables. അതായത് വിഭിന്ന ചരങ്ങളുടെ ഡേറ്റയെ തരംതിരിക്കുന്നതിനെയാണ് ആവൃത്തി നിര എന്ന് പറയുന്നത്. ഒരു ഫ്രീക്വൻസി അറേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു ഫേമിലെ 20 തൊഴിലാളികളുടെ ദിവസവേതനം സംബന്ധിച്ച വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതുപയോഗിച്ച് ഒരാവൃത്തി നിര തയ്യാറാക്കുക. ആവൃത്തി നിര തയ്യാറാക്കുന്നതിന് വേരിയബിൾ, ടാലി മാർക്ക്, ഫ്രീക്വൻസി എന്നീ 3 കോളങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആദ്യം
ഈ 3 കോളങ്ങൾ നമുക്ക് വരയ്ക്കണം. ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അഥവാ ഒബ്സർവേഷൻ ആരോഹണ ക്രമത്തിൽ താഴേക്ക് എഴുതണം. ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒബ്സർവേഷൻ എത്ര തവണ ആവർത്തിച്ചു വന്നാലും ഒറ്റ പ്രാവശ്യമേ അത് എഴുതാവൂ. ഇവിടെ 50 എന്ന വാല്യൂ തന്നെ 5 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അത് 1 പ്രാവശ്യം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒബ്സർവേഷൻ എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും ഒറ്റ പ്രാവശ്യമേ രേഖപ്പെടുത്താവൂ. ഇനി ആവൃത്തി അതായത് ഫ്രീക്വൻസി കൗണ്ട് ചെയ്യണം. ഫ്രീക്വൻസി is the number of times a value appears in the series. For counting the frequencies, we use vertical strokes called tally marks. ടാലി മാർക്ക് രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തെ കോളത്തിലാണ്. റോ ഡേറ്റയിലെ ഓരോ ഒബ്സർവേഷനും വായിച്ച ശേഷം അത് ഫ്രീക്വൻസി അരയിലെ പ്രസ്തുത മൂല്യത്തിന് നേരെ ടാലി മാർക്കിന്റെ കോളത്തിൽ ഒരു വെർട്ടിക്കൽ സ്ട്രോക്കായി രേഖപ്പെടുത്തണം. ഇങ്ങനെ ഓരോ ഒബ്സർവേഷനും വായിക്കുകയും അത് ടാലി മാർക്ക് ഉപയോഗിച്ച് രേഖപ്പെടുത്തുകയും വേണം. When 4 tally marks are put against a value, the 5th tally against that value is shown by a sloping stroke intersecting all the 4 tally marks. In this way, bundles of 5 are easily shown and the process of totaling the frequencies is made quicker. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോവാം. ടാലി മാർക്കുകളുടെ എണ്ണമാണ് ഒബ്സർവേഷന്റെ ആവൃത്തി. ആദ്യത്തെ ഒബ്സർവേഷൻ 50 ആണല്ലോ. അതിൻ്റെ ടാലി മാർക്കുകളുടെ എണ്ണം ഒന്ന് നോക്കിക്കേ, 5 എണ്ണം. ഇതാണ് 50ന്റെ ആവൃത്തി. അപ്പോൾ നമുക്കത് ആവൃത്തിയുടെ കോളത്തിൽ, അതായത് മൂന്നാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തണം. ഇതുപോലെ ഓരോ ഒബ്സർവേഷൻ്റെയും ഫ്രീക്വൻസി കൗണ്ട് ചെയ്ത് അത് സ്ക്രീനിൽ കാണുന്ന വിധം മൂന്നാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ ആവൃത്തി നിര ഫ്രീക്വൻസി അറേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി കാണുമല്ലോ. മിക്ക പരീക്ഷകൾക്കും ഇതുപോലൊരു ചോദ്യമുണ്ടാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആവൃത്തി വിതരണം. ഇതിനെ കണ്ടിന്യൂസ് സീരീസ്, അനുസ്യൂത ശ്രേണികൾ എന്നും വിളിക്കും. Frequency distribution is the systematic arrangement of raw data by classes along with their frequencies. That means the data are arranged into different groups or classes according to their frequencies. തന്നിരിക്കുന്ന ദത്തങ്ങളെ ക്ലാസും ആവൃത്തിയുമായി തരംതിരിച്ചെഴുതുന്നതാണ് ആവൃത്തി വിതരണം. സ്ക്രീനിൽ കാണുന്നത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആവൃത്തി വിതരണമാണ്. കാരണം ഇവിടെ ഡേറ്റയെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലാസും ആവൃത്തിയുമായാണ്. ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റുകളൊന്ന് പരിചയപ്പെടണം. ആദ്യത്തേതാണ് ക്ലാസ് ലിമിറ്റ് ഓർ ക്ലാസ് ബൗണ്ടറീസ്. ക്ലാസ് പരിധികൾ എന്ന് പറയും. Class limits are the 2 ends of a class. It is the lowest and highest values in the class. ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താവുന്ന ഏറ്റവും താണതും ഉയർന്നതുമായ സംഖ്യകളാണ് ക്ലാസ് പരിധികൾ. The lowest value is called the lower limit and the highest value is called the upper limit. For example, 60 to 70 എന്ന ഒരു ക്ലാസ് നമ്മൾ പരിഗണിച്ചാൽ its lower limit is 60 and its upper limit is 70. അടുത്തതായി ക്ലാസ് ഇന്റർവെൽ ഓർ ക്ലാസ് വിഡ്ത്ത് ഓർ ക്ലാസ് സൈസ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലാസ് ഇന്റർവെൽ. ഫോർ ദ ക്ലാസ് 60 to 70 the class interval is 10. അടുത്തതായി ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക്. ഇതിനെ മിഡ് വാല്യൂ എന്നും പറയും. മലയാളത്തിൽ ഇതിനെ മധ്യവില, മധ്യാങ്കം എന്നാണ് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്ലാസിൻ്റെ മധ്യത്തിലുള്ള മൂല്യമാണ് ക്ലാസിൻ്റെ മധ്യാങ്കം.
The class midpoint or class mark is the middle value of a class. In other words, it is the average of upper class limit and lower class limit. That is, class midpoint is equal to upper limit plus lower limit divided by 2. അടുത്തതായി class frequency, class ആവൃത്തി. Class frequency means the number of observations corresponding to a particular class. അടുത്തതാണ് magnitude of class intervals. Class intervalന്റെ വലുപ്പം. The difference between lower and upper class boundaries is called magnitude of class. ശരി, ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി 4 കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അസൈൻ ചെയ്യേണ്ടതുണ്ട്. അവ ഡിറ്റർമിനേഷൻ ഓഫ് ദ നമ്പർ ഓഫ് ക്ലാസ്സസ് ദാറ്റ് വി ഷുഡ് ഹാവ്, ക്ലാസുകളുടെ എണ്ണം നിശ്ചയിക്കണം. 2, ഡിറ്റർമിനേഷൻ ഓഫ് ദ സൈസ് ഓഫ് ഈച്ച് ക്ലാസ്, ക്ലാസിൻ്റെ വലിപ്പം, ക്ലാസിൻ്റെ ഇൻ്റർവെൽ തീരുമാനിക്കണം. 3, ഡിറ്റർമിനേഷൻ ഓഫ് ക്ലാസ് ബൗണ്ടറീസ്, ക്ലാസ് പരിധി നിശ്ചയിക്കൽ. 4, ഫൈൻഡിങ് ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്ലാസ്, ക്ലാസ് ആവൃത്തി കണക്കാക്കൽ. ആദ്യം നമ്പർ ഓഫ് ക്ലാസ്സസ്. Actually, there is no hard and fast rule to determine the number of classes. A class should not be too big or too small. It is better to have the number of classes not less than 5 and more than 20. ക്ലാസുകളുടെ എണ്ണത്തെപ്പറ്റി തീരുമാനത്തിലെത്തുന്നത് റേഞ്ചിൻ്റെ സഹായത്താലാണ്. ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന മൂല്യവും താഴ്ന്ന മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് റേഞ്ച്. ക്ലാസുകളുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്. നമ്പർ ഓഫ് ക്ലാസ്സസ് ഈസ് ഈക്വൽ ടു റേഞ്ച് ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവെൽ. ഉദാഹരണത്തിന് റേഞ്ച് 100ഉം ക്ലാസ് ഇൻ്റർവെൽ 10ഉം ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ക്ലാസുകളുടെ എണ്ണം 10 ആയിരിക്കും. ഇനി ക്ലാസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണം? ക്ലാസ് ഇൻ്റർവെൽ കുറച്ചു കൊടുത്താൽ മതിയാകും. അടുത്തതാണ് ക്ലാസ് ഇൻ്റർവെൽ ഓർ ക്ലാസ് വിഡ്ത്ത് ഓർ ക്ലാസ് സൈസ്, ക്ലാസിൻ്റെ വലിപ്പം നിർണ്ണയിക്കൽ. റേഞ്ച് കണ്ടുപിടിക്കുകയും ക്ലാസുകളുടെ എണ്ണത്തെപ്പറ്റി തീരുമാനത്തിലെത്തുകയും ചെയ്താൽ ക്ലാസിൻ്റെ വലിപ്പം നിശ്ചയിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ക്ലാസിൻ്റെ വലിപ്പം ക്ലാസ് ഇൻ്റർവെൽ നിശ്ചയിക്കുന്നതിനും ഒരു ഫോർമുലയുണ്ട്. ക്ലാസ് ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ്. അടുത്തതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ക്ലാസ് ലിമിറ്റ്സ് ഓർ ക്ലാസ് ബൗണ്ടറീസ്, ക്ലാസ് പരിധികൾ നിർണ്ണയിക്കൽ. റോ ഡേറ്റയിലെ ഏറ്റവും ചെറിയ സംഖ്യയോ അതിനേക്കാൾ താഴ്ന്ന മൂല്യമുള്ള സംഖ്യയോ ആയിരിക്കണം ആദ്യത്തെ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റായി വരേണ്ടത്. ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിനോട് ക്ലാസ് ഇൻ്റർവെൽ കൂട്ടുമ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് 40ഉം ക്ലാസ് ഇൻ്റർവെൽ 10ഉം ആണെങ്കിൽ അതിൻ്റെ അപ്പർ ലിമിറ്റ് 40 + 10 = 50 ആയിരിക്കും. ക്ലാസ് പരിധികൾ നിർണ്ണയിക്കാൻ 2 രീതികൾ ഉപയോഗിക്കാവുന്നതാണ്. There are 2 ways in which data are classified on the basis of class limits: exclusive and inclusive method. Exclusive class. ഒരു ക്ലാസിൻ്റെ ഉയർന്ന പരിധി അടുത്ത ക്ലാസിൻ്റെ താഴ്ന്ന പരിധിയായി വരുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്. എക്സാമ്പിൾ 0 to 10, 10 to 20, 20 to 30, etc. Here, the classes are so fixed that the upper limit of one class is the lower limit of the next class. Under the exclusive method, upper limit of a class is excluded from the class. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പർ ലിമിറ്റിൻ്റെ മൂല്യത്തിന് തുല്യമായ ഒബ്സർവേഷൻ ആ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കുകയും അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയും വേണം. അതായത് റോ ഡേറ്റയിലെ 40 എന്ന മൂല്യം 30 to 40 എന്ന ക്ലാസ്സിലല്ല ഉൾപ്പെടുത്തേണ്ടത്, 40 to 50 എന്ന ക്ലാസ്സിലാണ്.
ഇൻക്ലൂസീവ് ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ഉയർന്ന പരിധി അടുത്ത ക്ലാസിൻ്റെ താഴ്ന്ന പരിധിയായി വരാത്ത തരത്തിലുള്ള ക്ലാസ്. എക്സാമ്പിൾ 0 to 9, 10 to 19, 20 to 29, 30 to 39, etc. Under inclusive method, the classes are so fixed that the upper limit of one class is included in that class itself. ഇവിടെ ഉയർന്ന പരിധിക്ക് തുല്യമായ മൂല്യത്തെ അതേ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തുന്നു. അതായത് റോ ഡേറ്റയിലെ 39 എന്ന മൂല്യം 30 to 39 എന്ന ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തുന്നു. എന്നാൽ ഡേറ്റയുടെ തുടർച്ച നഷ്ടപ്പെടുന്നു എന്നത് ഇൻക്ലൂസീവ് ക്ലാസിൻ്റെ ഒരു പ്രധാന പോരായ്മയാണ്. നമ്മുടെ എക്സാമ്പിളിൽ 10 to 19 എന്ന ക്ലാസ്സിന് ശേഷം 20 to 29 എന്ന ക്ലാസ്സാണുള്ളത്. അപ്പോൾ 19.5 എന്ന ഒബ്സർവേഷൻ ഏതു ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തുക? അതൊരു പ്രശ്നമാണ്. ഇതിനുള്ള ഏക പോംവഴി ക്ലാസ്സുകളെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റുക എന്നതാണ്. ഇൻക്ലൂസീവ് ക്ലാസ്സുകളെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റുന്നതിന് ചില സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1, find the difference between the lower limit of the second class and the upper limit of the first class. Step 2, find half the difference. Step 3, subtract this number from all the lower limits and add this number to all the upper limits. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് നമുക്ക് എക്സാമ്പിളായി എടുക്കാം. 0 to 9, 10 to 19, 20 to 29. നമ്മുടെ എക്സാമ്പിളിൽ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 10ഉം ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് 9ഉമാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 minus 9 is equal to 1. ഹാഫ് ദ ഡിഫറൻസ് എനിക്ക് കണക്കാക്കുക. 1/2 that is equal to 0.5. ഇനി ഈ കിട്ടിയ 0.5 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സുകളുടെയും ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയും അതുപോലെ അപ്പർ ലിമിറ്റിനോട് കൂട്ടുകയും വേണം. അപ്പോൾ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കേ. -0.5 to 9.5, 9.5 to 19.5, 19.5 to 29.5 എന്നിങ്ങനെ പോകുന്നു. അതായത് ഇൻക്ലൂസീവ് ക്ലാസ്സിനെ നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാൻ കഴിഞ്ഞു. ഈ സ്റ്റെപ്പുകൾ നന്നായി ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട നാലാമത്തെ സംഗതിയിലേക്ക് കടക്കാം. ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് ആവൃത്തി കണക്കാക്കൽ. ക്ലാസ് ഫ്രീക്വൻസി മീൻസ് the number of observations corresponding to a particular class. ഒരു ക്ലാസ്സിനുള്ളിൽ വരുന്ന നിരീക്ഷണ മൂല്യങ്ങളുടെ എണ്ണത്തെ ക്ലാസിൻ്റെ ആവൃത്തി എന്ന് പറയുന്നു. Suppose that in the class 30 to 40 we find 7 values of marks from raw data. They are 30, 37, 34, 30, 35, 39, 32. Thus, the frequency of the class 30 to 40 is 7. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ക്ലാസിൻ്റെ ആവൃത്തി കണക്കാക്കുന്നത് ടാലി മാർക്ക് ഉപയോഗിച്ചാണ്. റോ ഡേറ്റയിലെ ഓരോ ഒബ്സർവേഷനും ഉൾപ്പെടുന്ന ക്ലാസ് മനസ്സിലാക്കി അതിനു നേരെ ടാലി മാർക്കിൻ്റെ കോളത്തിൽ ഒരു ടാലി മാർക്ക് രേഖപ്പെടുത്തണം. ടാലി മാർക്ക് രേഖപ്പെടുത്തുന്ന വിധം ഫ്രീക്വൻസി അറേ തയ്യാറാക്കിയപ്പോൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. ഉദാഹരണമായി തന്നിരിക്കുന്ന ദത്തങ്ങൾ ഉപയോഗിച്ച് ഒരു ആവൃത്തി വിതരണ പട്ടിക ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കുക. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ 4 സ്റ്റെപ്പുകൾ ഇവിടെ ഫോളോ ചെയ്യണം. ഈ ശ്രേണിയിലെ ഉയർന്ന മൂല്യം 39ഉം താഴ്ന്ന മൂല്യം 10ഉമാണല്ലോ. അപ്പോൾ റേഞ്ച് 39 minus 10 is equal to 29. ഇനി ഇതിനെ ക്ലാസ് ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലാസ് ഇൻ്റർവെൽ നമുക്ക് 4 എന്ന് കൊടുക്കാം. അപ്പോൾ റേഞ്ചിന് ക്ലാസ് ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 7.25 എന്ന് കിട്ടി. അപ്പോൾ അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 8 എന്നാക്കാം. അതായത് ക്ലാസ്സുകളുടെ എണ്ണം നമുക്ക് 8 എന്ന് ലഭിച്ചു. റോ ഡേറ്റയിലെ ഏറ്റവും ചെറിയ സംഖ്യയോ
അതിനേക്കാൾ താഴ്ന്ന മൂല്യമുള്ള സംഖ്യ ആയിരിക്കണമല്ലോ ആദ്യത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റായി വരേണ്ടത്. ഇവിടെ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യയായ 10നെ ആദ്യ ക്ലാസിന്റെ ലോവർ ലിമിറ്റായി എടുക്കുകയാണ്. ക്ലാസ് ഇന്റർവൽ 4 ആണെന്ന് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. ക്ലാസിന്റെ ലോവർ ലിമിറ്റിനോട് ക്ലാസ് ഇന്റർവൽ കൂട്ടുമ്പോൾ അതിന്റെ അപ്പർ ലിമിറ്റ് കിട്ടുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 10 + 4 = 14 ആയിരിക്കും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്ലാസ് കിട്ടി. ഏതാണ് ആ ക്ലാസ്? 10 to 14. തുടർന്നുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. 14 to 18, 18 to 22, etc. up to 38 to 42. അപ്പൊ നമുക്ക് 8 ക്ലാസ്സുകളുമായി. ഇനി നമുക്ക് ടാലി മാർക്ക് ഉപയോഗിച്ച് ഫ്രീക്വൻസി കൗണ്ട് ചെയ്ത് അത് സ്ക്രീനിൽ കാണുന്ന വിധം മൂന്നാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാനും നിങ്ങൾ പഠിച്ചു. അടുത്തതായി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രധാന ന്യൂനതയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലോസ് ഓഫ് ഇൻഫർമേഷൻ. ഡേറ്റയെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായി ക്രമീകരിക്കുമ്പോൾ റോ ഡേറ്റയിലുള്ള എല്ലാ ഒബ്സർവേഷനും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. ഡേറ്റ ക്ലാസ്സുകളാക്കി കഴിഞ്ഞാൽ തുടർന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ ഇൻഡിവിജ്വൽ ഒബ്സർവേഷന്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. നിരീക്ഷണ മൂല്യങ്ങളുടെ യഥാർത്ഥ എണ്ണത്തിന് പകരം ക്ലാസ്സുകളും ക്ലാസിന്റെ മിഡ് വാല്യൂ അഥവാ മധ്യവിലയുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് യഥാർത്ഥ വിവരങ്ങൾ നമുക്കിവിടെ നഷ്ടമാകുന്നു. ഇതാണ് വിവരനഷ്ടം അഥവാ ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് തുല്യ ക്ലാസ് ഇന്റർവലോട് കൂടിയ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ തുല്യമല്ലാത്ത ക്ലാസ്സുകളോട് കൂടിയ ആവൃത്തി വിതരണം, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അൺഈക്വൽ ക്ലാസ്സസ് ആണ് കൂടുതൽ അനുയോജ്യമായി കാണപ്പെടുന്നത്. സ്ക്രീനിൽ കാണുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഈക്വൽ ക്ലാസ്സസ്, തുല്യ ക്ലാസ്സുകളോട് കൂടിയ ആവൃത്തി വിതരണമാണിത്. ശ്രദ്ധിച്ചു നോക്കിയേ, ഇതിലൊരു പ്രശ്നമുണ്ട്. Here most of the observations are concentrated in classes 40 to 50, 50 to 60 and 60 to 70. Their respective frequencies are 21, 23 and 19. It means 63% are in the middle range of 40 to 70. The remaining 37% of data are in classes 0 to 10, 10 to 20, 20 to 30, 30 to 40, 70 to 80, 80 to 90 and 90 to 100. ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതിനാൽ ഈച്ച് ഓഫ് ദ ക്ലാസ്സസ് ഹാവിംഗ് ഹയസ്റ്റ് ഫ്രീക്വൻസി, that means 40 to 50, 50 to 60, 60 to 70 are split into 2 classes. Thus, the new classes 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65 and 65 to 70 have class interval of 5. The other classes 0 to 10, 10 to 20, 20 to 30, 30 to 40, 70 to 80, 80 to 90 and 90 to 100 retain their old class interval of 10. അപ്പോൾ ഒരു ചരത്തിന്റെ മൂല്യങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ അല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ അൺഈക്വൽ ക്ലാസ്സുകളുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ രൂപീകരിക്കാറുണ്ട് എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നേരത്തെ നിങ്ങൾ കണ്ട അതേ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ക്ലാസ് ഇന്റർവെൽ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തതാണ്. The same frequency distribution of the previous table in terms of unequal classes. അതായത് വലിയ മൂല്യങ്ങളുള്ള ക്ലാസ്സുകളെ ചെറുതാക്കുകയും തീരെ കുറച്ച് മൂല്യങ്ങളുള്ള ക്ലാസ്സുകളെ വലുതാക്കുകയും ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് അൺഈക്വൽ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അടുത്തതായി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സോടുകൂടിയ ആവൃത്തി വിതരണം. If the lower limit of the first class or upper limit of the last class are not given, such series are called open-end class series. ആദ്യ ക്ലാസിന്റെ താഴ്ന്ന പരിധിയും
അവസാന ക്ലാസിൻ്റെ ഉയർന്ന പരിധിയും ഇല്ലാതെ രൂപീകരിക്കുന്ന ആവൃത്തി വിതരണമാണ് ഓപ്പൺ എൻഡ് ക്ലാസ്സോട് കൂടിയ ആവൃത്തി വിതരണം. ചില കണക്കുകൂട്ടലുകൾക്ക് ഇവയുടെ ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും നാം സങ്കല്പിച്ച് നൽകാറുണ്ട്. എന്നാൽ ചില കണക്കുകൂട്ടലുകൾക്ക് ഉയർന്ന പരിധിയോ താഴ്ന്ന പരിധിയോ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഒരു വേരിയബിൾ മാത്രമുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. എന്നാൽ 2 വേരിയബിളുകളുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകളുമുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ 2 വേരിയബിൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് 2 വേ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിനെ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ടേബിൾ എന്നും കോറിലേഷൻ ടേബിൾ എന്നും വിളിക്കും. ഇതോടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന ഭാഗം പൂർണ്ണമാവുകയാണ്. ഡേറ്റയുടെ പ്രസന്റേഷൻ എന്ന ഭാഗവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.